ഇടുക്കിയിൽ കോടിക്കണക്കിന് രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ. കോട്ടയം പുതുപ്പള്ളി സ്വദേശി റോയ് ജോസഫിനെയാണ് ചെറുതോണിയിൽ നിന്നും ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് നടപടി. ഇടുക്കി മണിയാൻകുടിയിലെ 10ഓളം പേരിൽ നിന്ന് മാത്രം 87 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തെന്നാണ് കണ്ടെത്തൽ. ഞങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് 3.25 ലക്ഷം രൂപ മേടിച്ചു. 3.25 ലക്ഷം രൂപ 4 മാസം കൊണ്ട് ജോലിക്ക് കയറ്റി ലക്ഷംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് പേപ്പർ വർക്കെല്ലാം ചെയ്ത് 4 മാസം കൊണ്ട് ഞങ്ങൾ കയറ്റിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ മേടിച്ചു. 4 മാസം ചോദിക്കുമ്പോൾ എൻ്റെ സാധാരണ ഗൾഫിലോ ദുബായിലോ പോകുമ്പോഴല്ല, പിന്നെ ലക്ഷംബർഗ് എന്ന് പറഞ്ഞ സ്ഥലം അമേരിക്കയും കഴിഞ്ഞു പോകണം. അതിന് പേപ്പർ വർക്ക് ഇച്ചിരി അധികം ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇച്ചിരി ക്ഷമിച്ച് ഞങ്ങൾക്ക് 2 മാസം അവിടെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ 2 മാസം കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുറച്ച് ആൾക്കാരെ കൂടെ ചേർത്തുകൊണ്ടിരിക്കുക, അവരുടെ പേപ്പർ കൂടെ ശരിയായിട്ട് അവരെ കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പം നിങ്ങൾ ഇച്ചിരൂടെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇപ്പോൾ 1 വർഷം ആവാൻ പോകും. 1 വർഷം ആറായപ്പം ഈ കഴിഞ്ഞ ജനുവരി ലാസ്റ്റാണ് എന്നോട് അവധി പറഞ്ഞത്. കഴിഞ്ഞ ജനുവരി 30-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ കയറ്റിക്കൊണ്ട് പോകും എന്നാണ് പറഞ്ഞത്. VK സ്റ്റാലിൻ ചേരുന്നുണ്ട്, ഇടുക്കിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്താകമാനം കോടികളുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്താകമാനം ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ്, വിസ തട്ടിപ്പിന്റെ ഒരു കണ്ണിയാണ് ഈ റോയി പുളിക്കൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും അത്തരത്തിലൊക്കെയാണ് നമുക്ക് നൽകുന്ന വിവരങ്ങൾ. എന്നാലും ഇടുക്കി ജില്ലാസ്ഥാനത്തോട് ചേർന്നുള്ള ഗ്രാമീണ മേഖലയാണ് മണിയാറൻകുടി. മണിയാറൻകുടിയിൽ നിന്ന് മാത്രം ഏതാണ്ട് 10ഓളം പേരിൽ നിന്ന് 87 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് ഇപ്പൊ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിലെ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാലും കൂടുതൽ പേരെ ഇതിലേക്ക് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ട് വീണ്ടും പണം സമ്പാദിക്കാനുള്ള ശ്രമം ഇയാൾ നടത്തി വരികയായിരുന്നു. അങ്ങനെ രാജാക്കാട് മേഖലയിൽ നിന്നുള്ള ആളുകളെ കൂടാതെ ജില്ലയുടെ മറ്റ് പല മേഖലയിൽ നിന്നുള്ള ഒരു 10 പേരെ ഇന്നലെ ഇവിടെ എത്തിച്ച് വീണ്ടും പണം തട്ടിയെടുക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇയാള് പിടിയിലായത്. ഈ മുൻപ് പണം നഷ്ടപ്പെട്ട വിസ സമയത്ത് കിട്ടാതെ വന്ന നിരവധി പേര്, അവര് ഈ മുൻപ് സൂചിപ്പിച്ച 10 പേർക്ക് പുറമെ മറ്റാളുകളുമുണ്ട്. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അവരുടെ വിസ സമയത്ത് കിട്ടാതെ വന്നോടെ ഇവർ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി ഇവർ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ഇയാളെ കുറിച്ച് ജില്ലയിലും അതുപോലെ മറ്റു പല ഭാഗങ്ങളിലും അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇന്നലെ ഇയാള് ചെറുതോണിയിൽ എത്തുമെന്നും ഇടുക്കി ജില്ലാ സ്ഥാനത്ത് ചെറുതോണിയിൽ എത്തുമെന്നും ഈ 10 പേരിൽ നിന്നും മറ്റൊരു 10 പേരിൽ നിന്നും പണം കൈക്കലാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള രഹസ്യ വിവരം അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ചെറുതോണിയിലെ ഒരു വക്കീൽ ഓഫീസിൽ ഒരു നോട്ടറി അഫിഡാവിറ്റ് നൽകിക്കൊണ്ടാണ് ഇയാൾ പണമെല്ലാം വാങ്ങുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യവും 25 ലക്ഷം രൂപയൊക്കെ വാങ്ങും. അതിൽ 10 ലക്ഷം രൂപ വാങ്ങുമ്പോൾ തന്നെ നോട്ടറി അഫിഡാവിറ്റ് കൊടുക്കും. വീണ്ടും ബാക്കി തുക പിന്നീട് നൽകണം എന്നുള്ള വ്യവസ്ഥയിൽ 13 ലക്ഷം രൂപയുടെ ചെക്ക് മേടിക്കും. അതേപോലെ ബാക്കി 2 ലക്ഷം രൂപ ഇവിടുന്ന് കയറുന്നതിന് മുമ്പ് കൊടുക്കണം എന്നൊക്കെയാണ് ഇയാളെ വ്യവസ്ഥകൾ പറയുന്നത്. അങ്ങനെ ചെറുതോണിയിലെ ഒരു വക്കീൽ ഓഫീസിലെത്തി നോട്ടറി അഫിഡാവിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വരാനാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ മറ്റ് 10 പേര് അവിടെ എത്തുന്നത് കാത്ത് ഇയാൾ നിൽക്കുന്ന സമയത്താണ് ഇയാളെ കാത്ത് മുൻപ് പണം നഷ്ടപ്പെട്ട ആൾക്കാർ, വാട്സാപ്പ് കൂട്ടായ്മയിലുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലായി കാത്തുനിന്ന് ഇയാൾ വന്നപ്പം ഇയാളെ കൈയോടെ പിടിക്കുകയായിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് ഇയാളെ പിടിച്ചതോടുകൂടി ഇയാളെ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നു. എന്തായാലും നാട്ടുകാർ ചേർന്നാണ് ഈ പ്രതി റോയ് ജോസഫിനെ തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിച്ചത്. നിരവധി പേരെ ഇയാൾ കബളിപ്പിച്ചിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങി നിന്നവരെയാണ് ഈ റോയ് ജോസഫ് കബളിപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.